അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി ജുസ് 1 പേജ് 27. വലു അഖ്ബറ ബിതനജ്ജുസിഹി, അത് നജസാണെന്ന് വർത്താനം പറഞ്ഞാൽ, അത് പറഞ്ഞാൽ അയൽമായി ഈ വെള്ളം ഉതെടുക്കാനോ കുളിക്കാനോ ഉദ്ദേശിക്കുന്ന വെള്ളം നജസാണെന്ന് പറഞ്ഞു. ഈ നിഹാറ്റൊക്കെ നസ്ഖലയുടെ വലു അഖ്ബറഹു എന്നുണ്ട്. അവനോട് വർത്താനം പറഞ്ഞാൽ ആര് പറഞ്ഞു? മഖബൂല് റിവായത്തി, റിപ്പോർട്ട് സ്വീകരിക്കപ്പെടുന്ന ആൾ പറഞ്ഞു. റിവായത്ത് സ്വീകരിക്കപ്പെടുന്ന ആൾക്ക് ഉദാഹരണം കൽ അബ്ദി, അടിമ പോലെ, വൽ മർഅത്തി, സ്ത്രീ പോലെ. അവരൊക്കെ സാക്ഷിക്ക് പറ്റൂലെങ്കിലും റിവായത്ത് സ്വീകരിക്കല്ലോ. അങ്ങനത്തെ ആൾ പറഞ്ഞാൽ ബി ഖിലാഫി സബി, സബിക്കെതിരായിട്ട് കുട്ടി, ഭ്രാന്തന്, ഇവരൊന്നും റിവായത്ത് സ്വീകരിക്കപ്പെടാത്തവരാണ്. മറിച്ച് റിവായത്ത് സ്വീകരിക്കപ്പെടുന്നതായിരിക്കുന്ന ആൾ പറഞ്ഞാൽ വബയ്യന, ആ മഖ്ബൂൽ റിവായത്ത് വിവരിക്കുകയും ചെയ്താൽ അസ്സൗബ ഫീ തനജ്ജുസിഹി, വെള്ളം നജസാകാനുള്ള കാരണം വിവരിച്ചു. കാരണത്തിന് ഉദാഹരണം കവുലൂഹി കൽബിൻ, നായ മുകടും പോലെ. അപ്പോൾ ഈ വെള്ളം നജസാണ്, എന്താ നജസാകാൻ നായയിൽ മുകട്ടിക്കണ് എന്ന് പറഞ്ഞു. ഔക്കാന, അല്ലെങ്കിൽ ഈ നജസാണെന്ന് പറഞ്ഞതായിരിക്കുന്ന ആളായി ഫഖീഹം ഫീ ബാബി തനജ്ജുസിൽമായി, വെള്ളം നജസാകുന്ന വിഷയത്തിൽ പണ്ഡിതനാണ് അയാൾ. അവ എങ്ങനത്തെ ഫഖീഹാണ് അയാൾ? മുവാഫിഖൻ, യോജിച്ചതായ ഫഖീഹാണ്. ആരോട്? ലിൽ മുഖ്ബരി, ആരോടാണോ പറയപ്പെട്ടതെങ്കിൽ അയാളോട്. ഷാഫിയോടാ പറഞ്ഞെങ്കിൽ ഷാഫി മദ്ഹബുകാരനാണ്, ഹനഫിയോടാ പറഞ്ഞെങ്കിൽ ഹനഫി മദ്ഹബുകാരനാണ്. വിഷയത്തിൽ യോജിക്കുന്നത്? ഫി മദ്ഹബിഹി, ആ മുഖ്ബറിൻ്റെ മദ്ഹബിൽ. വിഷയത്തിൽ യോജിക്കുന്നത്? ഏത് വിഷയത്തിൻ്റെ മദ്ഹബ്? ഫി ദാലിക, ഈ നജസാകുന്ന വിഷയത്തിൽ. നജസാകുന്ന വിഷയത്തിൽ മുഖ്ബറിൻ്റെ മദ്ഹബിനോട് യോജിച്ചതായിരിക്കുന്ന ഫഖീഹാണ് പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ കാരണം വിവരിക്കണമെന്നില്ല. അപ്പം അങ്ങനെ കാരണം വിവരിച്ചുകൊണ്ട് മഖ്ബൂലി റിവായത്ത് പറയുകയോ അല്ലെങ്കിൽ പിന്നെ ഫഖീഹായിരിക്കുന്ന ആൾ പറയുകയൊക്കെ ചെയ്താൽ യുഅ്തമദഹു, ഈ മുഖ്ബർ ആ മഖ്ബൂലി റിവായത്തിനോട് ചാരണം കൊള്ളണം. ചില വെള്ളം പിന്നെ ഉപയോഗിക്കരുത്. മിൻ ഖൈരി തബീനിൽ സബി, കാരണത്തിനെ ബയാനാക്കലിനെ ആക്കാതെ തന്നെ, കാരണത്തിൻ്റെ ബയാനെ തേടാതെ തന്നെ. രണ്ടാമത്തെ, അതായത് ഫഖീഹ് പറഞ്ഞെടുത്ത് ബി ഖിലാഫി ഖൈരിൽ ഫഖീഹി, ഫഖീഹ് അല്ലാത്ത ആൾ പറഞ്ഞതിനെതിരായിട്ട്. അല്ലെങ്കിൽ അവർ ഫഖീഹിനെ പറഞ്ഞു, പക്ഷേ എങ്ങനത്തെ ഫഖീഹാണ്? അൽ മുഖാലിഫി, മുഖ്ബറിനോട് വെള്ളം നജസാകുന്ന ബാബിൽ എതിരായ ഫഖീഹാണ്. മുഖ്ബർ ഷാഫിയാണ്, പിന്നെ പറഞ്ഞ ആൾ ഹനഫിയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫലായത്തമിദു, ഈ മുഖ്ബർ ചാരണം കൊള്ളേണ്ടതില്ല. മഖ്ബൂൽ റിവായത്താകുന്ന മുഖ്ബിറിനോട് ചാരണം കൊള്ളേണ്ടതില്ല. മിൻ ഖൈരി തബീനി സബി, കാരണത്തിനെ ആക്കാതെ ചാരണം കൊള്ളല്ലോ. കാരണം വിവരിച്ചെങ്കിൽ മാത്രം ആ കാരണം എൻ്റെ അടുക്കൽ നൈസാണ് ചാരണം കൊണ്ടാൽ മതി. അതെന്താ അവിടെ പിന്നെ മുഖാലിഫായിരിക്കുന്ന ആൾ കാരണം വിവരിക്കാതെ പറഞ്ഞാൽ അവിടെ ചാരണം കൊള്ളേണ്ട അറിയാൻ കാരണം ലിഹിത്തിമാലി യുഖ്ബിറ, ഈ പറഞ്ഞ ആൾ മുഖാലിഫാണല്ലോ. അപ്പോൾ ഓന് പറയാൻ സാധ്യത ഉണ്ട് ബി തനജ്ജുസിമ, ഒരു വെള്ളം നൈസായിരിക്കുന്നത്. അങ്ങനത്തെ വെള്ളമാണ് ലം യുതനജ്ജസ്, ആ വെള്ളം നൈസായിട്ടില്ല. ഇന്ദൽ മുഖ്ബരി, പറയപ്പെട്ട ആളെടുക്കൽ അയാളെ മദ്ഹബിലെ നൈസായിട്ടില്ല. അങ്ങനെ വരാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് കാരണം വിവരിച്ചിട്ടില്ലെങ്കിൽ മുഖാലിഫ് പറഞ്ഞാൽ എടുക്കേണ്ടതില്ല. വയഹില്ലു ഇസ്തിമാലു കുല്ലീന ഇൻ ത്വാഹിരിൻ, ശുദ്ധിയുള്ള എല്ലാ പാത്രങ്ങളെയും ഉപയോഗിക്കൽ ഹലാലാണ്. ഫി ത്വഹാറത്തി വഗൈരിഹ, ശുദ്ധിയാക്കുന്ന വിഷയത്തിൽ ഉപയോഗിക്കുക. തഹാറത്തല്ലാത്ത തിന്നുക, കുടിക്കുക, വസ്ത്രം കഴുകുക, അങ്ങനത്തേലൊക്കെ ഉപയോഗിക്കാം. ബി ഖിലാഫിൻ നജസി, നജസായിരിക്കുന്ന പാത്രത്തിനെതിരായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റൂല. നജസായ പാത്രത്തിന് ഉദാഹരണം കൽ മുത്തഖദി മിൻ ജിൽദി മൈതത്തിൻ, ശവത്തിൻ്റെ തോലിൽ നിർമ്മിക്കപ്പെട്ട പാത്രം പോലെ. അതിനെതിരെന്ന് പറയാൻ കാരണം എന്താ? ഫയഹ്റു മുസ്തിമാലുഹു, അങ്ങനെ നജസിൽ ഉണ്ടാക്കപ്പെട്ട നജസായ പാത്രത്തിനെ ഉപയോഗിക്കൽ ഹറാമാണ്. എവിടെയാണ് ഉപയോഗിക്കൽ ഹറാമ്? ഫി മായും ഖലീലിൻ, കുറഞ്ഞ വെള്ളത്തിൽ, 2 കുല്ലത്തിനേക്കാൾ കുറച്ചുള്ള വെള്ളത്തിൽ. അപ്പോൾ മായിൻ, നീരായിരിക്കുന്ന പാല്, മോര്, ചായ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഉപയോഗിക്കൽ ഹറാമാണ്. എന്തേ ഹറാമാൻ കാരണം? ഈ തനജ്ജുസിഹിമാ, ഈ 2 കുല്ലത്ത് കുറഞ്ഞ ഖലീലായ വെള്ളവും പാല് തുടങ്ങിയ മായിയായ സാധനമൊക്കെ നജസാകൾ ഉണ്ടാകുന്നതിന് വേണ്ടി വിഹി, ഈ നജസായ പാത്രം കൊണ്ട് നജസാവും. അപ്പോൾ നജസായിരിക്കുന്ന പാത്രത്തിലേക്ക് പാലോ കണ്ട് വീട്ടിലോട് തന്നെ പാല് നജസായില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഉപയോഗിക്കൽ ഹറാമാണ്.
ഇനി നീരായ സാധനം നിലത്ത് ഉണങ്ങി എന്തെങ്കിലുമൊക്കെ സാധനം ഇട്ടാണ് പിന്നെ കടല അങ്ങനത്തെ ഒക്കെ ഇടാനാണെങ്കിൽ ഉപയോഗിക്കാൻ നടത്തും. അപ്പം എന്ത് പറഞ്ഞു, എല്ലാ പാത്രങ്ങളും താഹിറായ എല്ലാ പാത്രവും ഉപയോഗിക്കുക. ഈ നിസ്സത്തിനാണ് ഇല്ല ദഹബം ഫില്ലത്തൻ, സ്വർണ്ണ വെള്ളി എന്നുള്ളത് ഉപയോഗിക്കുക. അതിപ്പോൾ താഹിറാണല്ലോ, പക്ഷെ അത് പറ്റൂല. ഐ ഇനാഹും അത് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും പാത്രം എന്നൊരു മുദാഫിനെ സങ്കല്പിക്കണം അവിടെ. അതെന്താ അത് ഒഴികെന്ന് പറയാൻ കാരണം, ഫയഹ്റു മുസ്തിമാലുഹു, ഈ സ്വർണ്ണ വെള്ളിയുടെ പാത്രത്തിന് ഉപയോഗിക്കൽ ഹറാമാണ്. ഫി ത്വഹാറത്തി വഹൈരിഹ, ശുദ്ധിയാക്കുന്ന വിഷയത്തിൽ ഉപയോഗിക്കുക. വഹൈരിഹ, ത്വഹാറത്തല്ലാത്ത കുടിക്കുക, തിന്നുക, വസ്ത്രം കഴുകുക, അങ്ങനത്തെ വിഷയത്തിലൊക്കെ ഉപയോഗിക്കൽ ഹറാമാണ്. ആരമേല ഹറാമ്, അതായത് റിജാൽ ഇവൻ നിസായി, സ്ത്രീകളുടെയും പുരുഷന്മാരുടെ മേലൊക്കെ ഹറാമാണത്. ആഭരണങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് സ്വർണ്ണത്തിൻ്റെ വെള്ളിൻ്റെ ഒക്കെ ഹലാലാണെങ്കിലും പാത്രം ഹലാലല്ല. അതിന് തെളിവെന്താ, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്തെന്ന്, ലാ തശ്റബൂ ഫി ആനിയത്തി ദഹബി വൽ ഫിദ്ദത്തി വലാ തഅകുലൂ ഫി സിഹാഫിഹിമാ. പിന്നെ ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളാരും തന്നെ സ്വർണ്ണത്തിൻ്റെയും വെള്ളിൻ്റെയും പാത്രത്തിൽ കുടിക്കല്ലേ. വലാ തഅകുലൂ, നിങ്ങൾ തിന്നുകയും ചെയ്യല്ലേ. ഫി സിഹാഫിഹിമാ, സ്വർണ്ണ വെള്ളിൻ്റെ പ്ലേറ്റിൽ നിങ്ങൾ തിന്നുകയും ചെയ്യല്ലേ. മുത്തഫഖുൻ അലൈഹി, ഹദീസ് ബുഖാരി മുസ്ലിം അതിൻ്റെ ഭാഗത്തു നിന്ന് യോജിക്കപ്പെട്ടതാണ്. അപ്പോൾ യുഖാസു ഖൈറു, അപ്പോൾ ഈ ഹദീസ് എന്ത് കിട്ടി, തിന്നാനും കുടിക്കാനും പറ്റില്ല. നമ്മൾ മത്തിൽ പറഞ്ഞത് മാത്രമല്ലല്ലോ, ഒന്നും പറ്റില്ല എന്നാണ് ഇനി പറയാം. അപ്പോൾ യുഖാസു ഖൈറുൽ അക്ലി വശുർബി, തിന്ന് കുടിക്കലല്ലാത്ത ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അല്ല പിന്നെ വസ്ത്രം കഴുകുക തുടങ്ങിയ സാധനങ്ങൾ പിന്നെ സൂക്ഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഖിയാസാക്കപ്പെടും. അലിഹിമ, തിന്ന് കുടിക്കുക എന്നതിൻ്റെ മേൽ ഖിയാസാക്കപ്പെടും. അപ്പോൾ അത് പറ്റാത്ത മാതിരി ഇതും പറ്റില്ല എന്നർത്ഥം. ഇസ്തിമാൽ എന്നുള്ള ജാമ്യമുണ്ട്. വക്കഥ, അങ്ങനെ സ്വർണ്ണ വെള്ളിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കൽ ഹറാമാകുന്ന പോലെ തന്നെ യഹ്റുമു ഇത്തിഖാദുഹു, അത്തരം പാത്രങ്ങൾ ഉണ്ടാക്കി വെക്കലും ഹറാമാണ്. ഉണ്ടാക്കി പറഞ്ഞാൽ യഖ്തിനാഹു, സൂക്ഷിച്ചിങ്ങനെ ഷോക്കേസിൽ വെക്കുകയാണ്, അല്ലെ പെട്ടിയിൽ വെക്കുകയാണ്, ഹറാമാണത്. ഫിൽ അസുഹി, അസുഹി പ്രകാരം. എന്താ ഹറാമാൻ കാരണം, അന്നഹു, കാരണം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കലാകുന്നത്, അത്തരം പാത്രം സൂക്ഷിച്ച് വെക്കൽ യജുറു, ആ സൂക്ഷിച്ച് വെക്കൽ വലിച്ചു കൂട്ടും. ഇനസ്തിമാലി, ആ പാത്രം ഉപയോഗിക്കലിലേക്ക്. അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ചിലപ്പം തിരക്കുള്ള സമയത്ത് പാത്രത്തിന് കുറവൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങ് എടുത്തു. വസ്സാനി എന്ന അസുഹിൻ്റെ മുക്കാബിലയാകുന്നില്ല. അവർ പറഞ്ഞ് സൂക്ഷിച്ച് വെക്കൽ ഹറാമില്ല എന്നാണ്. അതുപോലെ ഞാൻ എന്താ, യഖ്തിസാറൻ അലാ മൗരിദിൻ നഹി, ഹദീസിൽ വന്ന നെഹി ഏടാണോ വന്നത്, ആ വന്ന മൗരിദിൻ്റെ മേൽ ഹറാമിനെ ചുരുക്കിന് വേണ്ടി. ഏടാ മൗരിദ് ഏതാ, നല്ല ഇസ്തിമാലി, ഇസ്തിമാലല്ലേ, തിന്നുകയും കുടിക്കുകയും ചെയ്തതല്ലേ റസൂൽ പറഞ്ഞിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്തിമാലിൽ പെട്ടിട്ടല്ലോ എന്നവരായ. വയഹില്ലു, ഹലാലാണ്. ലിനാവുൽ മുമവ്വഹു, പൂശപ്പെട്ട പാത്രം ഹലാലാണ്. അയ്യൽ മൊത്തലിയോ, അതായത് പൂശപ്പെട്ടത്. എന്തുകൊണ്ട് പൂശപ്പെട്ടു, ബിദഹബിൻ ഔ ഫിദ്ദത്തിൻ, സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ പൂശപ്പെട്ട പാത്രം ഹലാലാണ്. ഐ യഹില്ലു ഇസ്തിമാലുഹു, പാത്രം ഹലാലാണെന്ന് പറഞ്ഞാൽ ഹറാമ് കറാത്തൊക്കെ മുക്കല്ലഫിൻ്റെ പ്രവർത്തനത്തിനോടല്ലേ ബന്ധിക്കുക. ആ പാത്രം എന്നുള്ള മുക്കല്ലഫിൻ്റെ പ്രവർത്തനം അല്ലല്ലോ, അപ്പോൾ അവിടെ മുദാഫ് സങ്കല്പിക്കണം. അത്തരം പാത്രങ്ങൾ ഉപയോഗിക്കൽ ഹലാലാകുമെന്നാണ്. ഫിൽ അസുഹി, അസുഹി പ്രകാരം ഹലാലാണ്. എന്തേ ഹലാലാൻ കാരണം, ഖില്ലത്തിൽ മുമവ്വഹി ബിഹി, ഏതുകൊണ്ടാണോ പൂശപ്പെട്ടതെങ്കിൽ ആ പൂശപ്പെട്ട സ്വർണം വെള്ളിയൊക്കെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട്. ഫക്കാനഹു മഴദൂമൻ, നമ്മൾ കുറച്ചാണെന്ന് വെക്കുമ്പോൾ ആ മുമവ്വഹിബിയാകുന്ന സ്വർണ്ണവെള്ളി മഴദൂമായ മാതിരിയാണ്. മഴദൂമിന് ഹുക്മില്ലല്ലോ, അതുകൊണ്ട്. വസ്സാനി എന്ന അസുഹിൻ്റെ മുക്കാബിലയായ വജ്ഹാകുന്നത് യഹ്റുമു, പൂശപ്പെട്ടതായിരിക്കുന്ന പാത്രം ഹറാമാകുമെന്നാണ്. എന്തേ ഹറാമാൻ കാരണം, ലിൽ ഖുയലായി, അഹങ്കാരം കിബർ വരുന്നതിന് വേണ്ടി. വക്കസ്രി ഖുലൂബിൽ ഫുഖറായി, സാധുക്കളുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കലുണ്ട്. ഇവിടെ ഹൃദയങ്ങളെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പല ഹൃദയത്തിനൊരു വേദന ഉണ്ടാവും. ഇയാൾ കണ്ടില്ലേ, നമ്മൾ കഞ്ഞി കുടിക്കാൻ വരെ വകല്ല. ഇവരിപ്പോൾ സ്വർണ്ണപാത്രത്തിലാണ്, ഇതിനുള്ളിൽ സ്വർണ്ണമല്ല, ഇത് പൂശ് മാത്രമല്ലൊന്നും പറ്റിയ തിരിയില്ല. കാണുമ്പോൾ സ്വർണ്ണ പാത്രമല്ല തോന്നുക, ഇവർ കഴിക്കുന്ന പാത്രം വരെ സ്വർണ്ണമാണ്. നമ്മളിങ്ങനെ ഇപ്പോൾ എല്ലോ എന്നുള്ള ഒരു മാനസിക വേദന അവർക്ക് അനുഭവപ്പെടും, അതില്ലായിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞത് പറ്റുമെന്നുള്ളതിനൊക്കെ പറഞ്ഞത് മുമവ്വഹുബി കുറഞ്ഞെന്നാണ് എൻ്റെ മറുപടി പറയാൻ. വലു കസ്റൽ മുമവ്വഹുബിഹി, ഏതുകൊണ്ടാണോ ഈ പാത്രത്തിന് പൂശപ്പെട്ടതെങ്കിൽ ആ പൂശപ്പെട്ട സ്വർണ്ണ വെള്ളി അധികരിച്ചാൽ ബി ഹൈസു, ഒരു സ്ഥിതിയുണ്ട് അധികരിച്ചു. അങ്ങനത്തെ സ്ഥിതിയാണ് യഹ്സുലു, കരസ്ഥമാകും. മിൻഹു, ആ പൂശപ്പെട്ടതായിരിക്കുന്ന വസ്തുവിൽ നിന്ന്, പാത്രത്തിൽ നിന്ന് കരസ്ഥമാകും. ഷെയ്യുൻ, വല്ല വസ്തു, വല്ല സ്വർണ്ണോ വെള്ളിയോ കരസ്ഥമാവും. എങ്ങനെ കരസ്ഥമാകും, ബിൽ അറളി അരന്നാരി, തീയിൽ വെളിവാക്കലുണ്ട് വെച്ചാൽ ഉരുക്കുമ്പോൾ അതിനെന്തെങ്കിലും കിട്ടും. അതിന് മാത്രം കൂടുതൽ പൂശുണ്ടെങ്കിലോ ഹറുമ, അങ്ങനത്തെ പാത്രം ഉപയോഗിക്കൽ ഹറാമാണ്. ജസ്മ,
അസുഖ പ്രകാരവും സാനി പ്രകാരവും ഒക്കെ ഹറാമാണ്. വയഹില്ലിന നഫീസു എന്നാൽ മുന്തിയ പാത്രം, സ്വർണ്ണവള്ളിയൊന്നുമല്ല, വലിയ വിലയുള്ള പാത്രമാണ്, അത് പറ്റും. മിൻ ഹൈരി ദഹബിയൽ ഫിദ്ദത്തി, സ്വർണ്ണവള്ളി അല്ലാത്ത വിലമതിപ്പുള്ളതായിരിക്കുന്ന പാത്രം ഉപയോഗിക്കൽ ഹലാലാണ്. സ്വർണ്ണവള്ളി അല്ലാത്ത നഫീസിൻ്റെ ഉദാഹരണം ഇതുപോലെ യാഖൂത്തിൻ, മാണിക്യം പോലെ, അങ്ങനത്തെ പാത്രം. യഹില്ലു സ്തീമാലു എന്നുവെച്ചാൽ മാണിക്യം പോലത്തെ നഫീസായ വസ്തുക്കളായുള്ള പാത്രം ഉപയോഗിക്കൽ ഹലാലാണ്. ഫിൽ അളുഹരി, അളുഹർ കൗൽ പ്രകാരം ഹലാലാണ്. വസ്താനി, അളുഹറിൻ്റെ മുഖാബിലായിരിക്കുന്ന കൗലാകുന്നത് യഹ്റുമു, യാക്കൂത്ത് പോലത്തെ നഫീസായ പാത്രങ്ങൾ ഉപയോഗിക്കൽ ഹറാമാണെന്നാണ്. അതിൻ്റെ ന്യായം എന്താ? ഇതിൽ ഹൊയലായി അവിടെ കിബറ് വരുന്നുണ്ടല്ലോ, അഹങ്കാരം വരുന്നുണ്ടല്ലോ, അതൊക്കെ പാത്രം ഉപയോഗിക്കുമ്പം ഇപ്പോൾ കസ്രി ഖുലൂബിൽ ഫുഖറായി, ഫക്കീറന്മാരെ ഹൃദയത്തിനെ പൊട്ടിക്കുന്നുണ്ട്, അവരെ ഹൃദയത്തിന് വേദനിപ്പിക്കലുണ്ടാകുന്നുണ്ട് എന്നാണ്. വധുഫിയ, ഈ സാനിയുടെ ഈ ന്യായത്തിനെ തള്ളപ്പെട്ടു. വധുഫിയ ദാലിക്ക, അവരുടെ ന്യായത്തിനെ തള്ളപ്പെട്ടു. എന്താ തള്ളപ്പെട്ട്? ബി അന്നഹു, നിങ്ങൾ പറഞ്ഞ് ഫക്കീറന്മാരെ ഹൃദയത്തിനെ പൊട്ടിക്കുന്നല്ലേ, അത് ശരിയല്ല. കാരണം എന്തുകൊണ്ട്? ബി അന്നഹു, നിശ്ചയമായിട്ടും ഇങ്ങനത്തെ യാക്കൂത്ത് പോലത്തതായിരിക്കുന്ന വിലമതിപ്പുള്ളതായിരിക്കുന്ന നഫീസായ പാത്രമാകുന്നത് ലാ യുദ്രിക്കുഹു, അതിൻ്റെ യാക്കൂത്താണ്, ഇത്ര വിലയുള്ളതാണെന്നുള്ള കാര്യത്തിന് എത്തിക്കൂലല്ലോ. ഇല്ലൽ ഖവാസു, പ്രധാനപ്പെട്ട ആളുകൾ. സാധുക്കൊന്നും കണ്ടാൽ തിരിയൂല. ഓല ദൃഷ്ടിയിൽ ഇത് ഏറ്റവും മോശപ്പെട്ട അതിൻ്റെ കളറും മറ്റൊക്കെ കാണുമ്പോൾ ഒന്നിനും കൊള്ളാത്ത ഭയങ്കര താന്ന പാത്രമാണെന്ന് അവർക്ക് തോന്നുക. വയലൽ ഹുർമത്തി, എന്നാൽ ഉപയോഗിക്കൽ ഹറാമാണെന്നുള്ള പ്രകാരം ഫിൽ മസലത്തീനി, പൂശപ്പെട്ട പാത്രം, മറ്റൊന്ന് നഫീസായ പാത്രം, ഈ രണ്ടിടത്തും ഹറാമാണെന്നാണല്ലോ. പൂശപ്പെട്ടെടുത്ത് അസുഹിൻ്റെ മുക്കാബിലും നഫീസായത്തിൽ അളുഹറിൻ്റെ മുക്കാബിലും. അപ്പോൾ ഹറാമാണെന്നുള്ള പ്രകാരം യഹ്റുമുൽ ഇത്തിഹാദു, സൂക്ഷിച്ചു വെക്കലും ഹറാമാണ്. ഫിൽ അസുഹി, അസുഹ് പ്രകാരം ഹറാമാണ്. അഹദം മിമ്മാസബക്ക, നേരത്തെ പറഞ്ഞ കാരണം നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ അല്ലി അന്നഹു യജുറു ഇലസ്തീമാരി, അങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ പെട്ടെന്ന് ചിലപ്പം തിരക്കുള്ളപ്പൊക്കെ ഉപയോഗിക്കലിലേക്ക് കൂട്ടുന്നു ആ കാരണത്തിന് വേണ്ടി. അപ്പോൾ സൊറഹ ബിഹി, എന്നാൽ ഹറാമാണെന്നുള്ള കൗല് പ്രകാരം സൂക്ഷിക്കലും ഹറാമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അൽ മഹാമിലിയു, മഹാമിലിമാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഫിസ്ഥാനിത്തി, രണ്ടാമത്തെ മസലയിൽ, അതായത് നഫീസായിരിക്കുന്ന പാത്രത്തിനടുത്ത് അത് അള്ളാഹുവിൻ്റെ മുക്കാബില ഹറാമാണെന്നാണല്ലോ, അപ്രകാരം സൂക്ഷിക്കലും ഹറാമാണെന്ന് പറയുന്നുണ്ട്. കമാദക്കലഹു ഫി ഷർഹിൽ മുഹദബി, അങ്ങനെ മഹാമിലിമാം സാനിയത്തിൽ ഹറാമാണെന്ന് വ്യക്തമാക്കി എന്നതുകൊണ്ട് നവ്യാം പറഞ്ഞ പോലെ ഷർഹിൽ മുഹദബ് എന്ന കിതാബിൽ പറഞ്ഞ പോലെ സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.